extra stock to prevent shortage. പെട്ടെന്ന് ഈ ഒരു മെറ്റീരിയൽ ഇല്ല എന്നുള്ള റീസൺ കൊണ്ട് പ്രൊഡക്ഷനിൽ ഡിലേ വരാതിരിക്കാനായിട്ട്. ഹായ് ഓൾ, വെൽക്കം ടു ACCA മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് റിവിഷൻ ക്ലാസ്സസ്. ഐ എം അഞ്ജലി പീറ്റർ, യുവർ ACCA ഫാക്കൽറ്റി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ മെറ്റീരിയൽ കൺട്രോൾ ഡോക്യുമെന്റ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്ന് ഓർക്കുന്നവർ ജസ്റ്റ് കമന്റിൽ ഒന്ന് പറഞ്ഞോളൂ, നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻവെന്ററി കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം ആനുവലി നമുക്ക് വരുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് TAC എന്ന് ഷോർട്ടായിട്ട് പറയും. അതിൽ നമുക്ക് മെയിൻലി 3 കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആനുവൽ ഇൻവെന്ററി കോസ്റ്റിൽ നമുക്ക് 3 കോസ്റ്റുകളാണ് വരുന്നത്: പർച്ചേസ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആനുവൽ കോസ്റ്റ് ഇൻവെന്ററി കോസ്റ്റ് TAC എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഹോൾഡിംഗ് കോസ്റ്റ് പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഹോൾഡിംഗ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആനുവൽ ഇൻവെന്ററി കോസ്റ്റിൽ ഫസ്റ്റ് വരുന്ന കോസ്റ്റ് പർച്ചേസ് കോസ്റ്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്നതിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു യൂണിറ്റിന് പർച്ചേസ് പ്രൈസ് ഇൻറ്റു എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഒരു യൂണിറ്റിന് $1 വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത്. 1000 യൂണിറ്റ്സ് ഒരു വർഷം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് പർച്ചേസ്ഡ് ഇൻറ്റു യൂണിറ്റ് പ്രൈസ് 1000 ഇൻറ്റു 1000 ആയിരിക്കും നമുക്ക് പർച്ചേസ് കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓർഡറിംഗ് കോസ്റ്റ്. അതായത് നമുക്ക് ഒരു വർഷം ടോട്ടൽ ആവശ്യമായിട്ടുള്ള ഇൻവെന്ററി അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു 10,000 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഡിമാൻഡ് നമുക്ക് അടുത്ത വർഷം ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 10,000 യൂണിറ്റ്സ് ആണ്. ഈ 10,000 യൂണിറ്റ്സ് നമ്മളൊരു സിംഗിൾ ഓർഡറിലായിരിക്കും പർച്ചേസ് ചെയ്യുക? ഇല്ല, ചിലപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 1000 യൂണിറ്റ്സ് വെച്ച് ഇങ്ങനെ 10 ഓർഡേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഒരു ഓർഡറിൽ 1000 യൂണിറ്റ്സ് വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക് അതിലൊരു കോസ്റ്റ് വരുന്നുണ്ട്. അതാണ് ആക്ച്വലി ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് റിസീവിങ് ഓർഡേഴ്സ്. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ പർച്ചേസിലുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെ വർക്ക്, പേപ്പർ വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഓരോ തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും ആ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്റ്റോറിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓരോ തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ വരുന്ന കോസ്റ്റ് ആണ് ഓർഡറിംഗ് കോസ്റ്റ്. ഓരോ ഓർഡറിനും നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൂടുതൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, കൂടുതൽ ഓർഡറിംഗ് കോസ്റ്റ് വരുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാലോ, 1000-ന് പകരം ഇവിടെ ഒരു തവണ നമ്മൾ 5000 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്താലോ നമുക്ക് 10 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് 2 ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ഓർഡറിൽ ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് അവിടെ റെഡ്യൂസ് ചെയ്യും. നമ്പർ ഓഫ് ഓർഡേഴ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓർഡറിന് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവിടെ ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറയുന്നുണ്ടായിരിക്കും. സോ നമുക്ക് മോർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഓർഡറിംഗ് കോസ്റ്റ് ഹൈ ആയിരിക്കും. ഇനി നമ്മുടെ ഓർഡർ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഫ്യൂവർ നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഓഫ് ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ്. അതായത് ഓരോ ഓർഡറും പ്ലേസ് ചെയ്യുന്നതിൽ നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. അതാണ് കോസ്റ്റ് ഓഫ് ഓർഡർ അല്ലെങ്കിൽ കോസ്റ്റ് പെർ ഓർഡർ. ഇനി ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ്, എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ടോട്ടൽ ഒരു വർഷം ആവശ്യമുള്ള ഡിമാൻഡ് ഡിവൈഡഡ് ബൈ, ഇപ്പോൾ 10,000 ആണ് നമുക്ക് ഒരു വർഷം ആവശ്യമുള്ളതെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഓരോ ഓർഡറിലും എത്ര ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യുന്നു, D ഡിവൈഡഡ് ബൈ Q. അപ്പോൾ 10,000 ആണ് ഡിമാൻഡ്, ഒരു ഓർഡറിൽ 1000 പ്ലേസ് ചെയ്യുന്നുണ്ട് ഓർഡർ എങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 1000, 10 നമ്പർ ഓഫ് ഓർഡേഴ്സ് ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റിന് ഇക്വേഷൻ വരുന്നത് എന്താണ്?
കോസ്റ്റ് ഓഫ് ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. ഇവിടെ കോസ്റ്റ് ഓഫ് ഓർഡറിനെ നമ്മൾ ഷോർട്ട് ഇതായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് CO വെച്ചിട്ടാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ് ആനുവൽ ഓർഡറിംഗ് കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ D എന്ന് പറയുന്നത് ആനുവൽ ഡിമാൻഡ് ആണ്, Q എന്ന് പറയുന്നത് ഒരു ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ്. നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ഈ ഒരു ഇൻവെൻട്രിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോറിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റോർ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻവെൻട്രി ഹോൾഡ് ചെയ്യുന്നതിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് സ്റ്റോറിങ് ഇൻവെൻട്രി ഓവർ ടൈം. നമ്മൾ ആ ഒരു ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വരുന്ന കോസ്റ്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു സ്റ്റോറേജ് അറേഞ്ച് ചെയ്യണം, അതിൽ വരുന്ന കോസ്റ്റ്. ദെൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റോക്കിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടായിരിക്കും, സെക്യൂരിറ്റി സ്റ്റാഫ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇത്രയും സ്റ്റോക്ക് നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ, അത് പർച്ചേസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. ഇനി അവിടെ വെച്ച് എന്തെങ്കിലും സ്പോയിലേജ്, ഒബ്സലസൻസ്, നമ്മുടെ മെറ്റീരിയൽസ് ഡാമേജ് ആയി പോവുകയാണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഇതൊക്കെയാണ്. മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് ഹോൾഡിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഓർഡറിങ് സൈസ് കൂട്ടുകയാണെങ്കിൽ, അതായത് നമുക്ക് ഒരു വർഷം ആവശ്യമുള്ള ഡിമാൻഡ് ഒരു 1000 യൂണിറ്റ്സ് ആണ്, 10,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിമാൻഡ് എന്ന് വയ്ക്കാം. 10,000 യൂണിറ്റ്സ് ആണ് നമുക്ക് ഡിമാൻഡ്. നമുക്കിത് രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ, നമ്മൾ അറ്റ് എ ടൈം ഓർഡർ ചെയ്യുമ്പോൾ 1000 യൂണിറ്റ്സ് വെച്ചേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ, നമ്മൾ അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ 5,000 യൂണിറ്റ്സ് ആണ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത്. ഒരു ഓർഡറിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ ക്വാണ്ടിറ്റി 1000 ആണ്, സെക്കൻഡ് കേസിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും? 1000 ക്വാണ്ടിറ്റി വെച്ചിട്ട് 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി സെക്കൻഡ് കേസിലോ ഒരു തവണ 5,000 വെച്ചാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 2 ഓർഡർ പ്ലേസ് ചെയ്താൽ മതി, 2 ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഓർഡറിങ് സൈസ് സ്മോൾ ആണെങ്കിൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഹൈ ആയിരിക്കും, ഓർഡറിങ് കോസ്റ്റ് അവിടെ കൂടുതലായിരിക്കും. പക്ഷേ ഹോൾഡിംഗ് കോസ്റ്റോ കുറച്ച് 1000 യൂണിറ്റ്സ് സ്റ്റോർ ചെയ്താൽ മതി, കുറച്ച് യൂണിറ്റ്സ് സ്റ്റോർ ചെയ്താൽ മതി. അതുകൊണ്ട് സ്റ്റോറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹോൾഡിംഗ് കോസ്റ്റ് കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓർഡറിങ് സൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടും, ഓർഡറിങ് കോസ്റ്റ് കൂടും, ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. ഇനി നേരെ മറിച്ച് നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, ഓർഡറിങ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്, ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാലോ നമ്പർ ഓഫ് ഓർഡേഴ്സ് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓർഡറിങ് കോസ്റ്റിൽ എന്ത് സംഭവിച്ചു, ഓർഡറിങ് കോസ്റ്റ് അവിടെ കുറഞ്ഞു. പക്ഷേ ഹോൾഡിംഗ് കോസ്റ്റിൽ എന്ത് സംഭവിച്ചു, 5,000 ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താകും, സ്റ്റോറേജ് കോസ്റ്റ് കൂടും, ഹോൾഡിംഗ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കൂടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് കുറയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് കൂടും, ഓർഡറിംഗ് കോസ്റ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും, ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡറിംഗ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും പോകുന്നത്. ഇനി ഒരു ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഒരു വർഷം ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ഇൻറ്റു ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി. ഇവിടെ ആവറേജ് ഇൻവെൻട്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എടുക്കുന്ന അസംഷൻ ഇതാണ്. ഇപ്പോൾ നമ്മൾ 5,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻറ്റയർ ടൈമിലും ഈ 5,000 ഉണ്ടാവില്ല, നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സ്റ്റോക്ക് എപ്പോഴും സ്റ്റോറിൽ ഉണ്ടാവും എന്ന അസംഷനിലാണ് നമ്മൾ എടുക്കുക. ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മൾ അറ്റ് എ ടൈം പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ്. ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റിന് ഇക്വേഷൻ വരുന്നത് എന്താണ്, ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണ്. ഇവിടെ ഹോൾഡിംഗ് കോസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന CH എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇനി ചില കേസിൽ നമ്മൾ ബഫർ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, ബഫർ ഇൻവെൻട്രി. അതായത് എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ ഡിലേ വരും, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കുറച്ച് സ്റ്റോക്ക് എക്സ്ട്രാ സേഫ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്യുന്ന സ്റ്റോക്ക് കൂടാതെ കുറച്ച് എക്സ്ട്രാ ഇൻവെൻട്രി സ്റ്റോറിലുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബഫർ ഇൻവെൻട്രി എന്ന് വിളിക്കുന്നത്. എക്സ്ട്രാ സ്റ്റോക്ക് ടു പ്രിവെന്റ് ഷോർട്ടേജ്. പെട്ടെന്ന് ഈ ഒരു മെറ്റീരിയൽ ഇല്ല എന്നുള്ള റീസൺ കൊണ്ട് പ്രൊഡക്ഷനിൽ ഡിലേ വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോക്ക് എക്സ്ട്രാ കീപ്പ് ചെയ്യുന്നു. അതാണ് എന്താ നമ്മുടെ എക്സ്ട്രാ സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ ഇൻവെൻട്രി വരുന്നത്.
ഈ ബഫർ ഇൻവെന്ററി വരുന്ന കേസിൽ നമ്മുടെ ആവറേജ് ഇൻവെന്ററിയുടെ, അതായത് ഈ ഒരു ഇക്വേഷനിലെ ആവറേജ് ഇൻവെന്ററിയുടെ ഇക്വേഷൻ മാറും. അവിടെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ഓൾറെഡി ചെയ്തത്. അതിന്റെ കൂടെ ബഫർ ഇൻവെന്ററി എത്രയാണോ കീപ്പ് ചെയ്യുന്ന ആ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ആവറേജ് ഇൻവെന്ററി വരുന്നത്. അപ്പോൾ ബഫർ ഇൻവെന്ററി വരുന്ന കേസിൽ ആവറേജ് ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ബഫർ ഇൻവെന്ററിയുടെ ക്വാണ്ടിറ്റി കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. then ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്ന 2 കോസ്റ്റുകളാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അതായത് നമുക്ക് ഇൻവെന്ററി അൺഅവൈലബിൾ ആയി അല്ലെങ്കിൽ മെറ്റീരിയൽ ഇല്ലാത്ത റീസൺ കാരണം എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ സെയില് നഷ്ടമാകും, അതുപോലെ പ്രൊഡക്ഷനിൽ ഡിലേ വരും, എമർജൻസി ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരും. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് വന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്ക് വരുന്ന കോസ്റ്റുകളാണ് ഇത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെന്ററി റെക്കോർഡിംഗ് സിസ്റ്റം കോസ്റ്റ്. ഇനി ഈ ഒരു ഇൻവെന്ററി റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻവെന്ററി കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ്, ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് TAC എന്ന് പറയുന്നത് എന്തായിരിക്കും, പർച്ചേസ് കോസ്റ്റ് പ്ലസ് ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. ഇനി ഇതിൽ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പർച്ചേസ് ചെയ്യുന്ന യൂണിറ്റ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് പർച്ചേസ്ഡ് ആണ്. ഇനി ഓർഡറിംഗ് കോസ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. ഇനി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻറ്റു ആവറേജ് ഇൻവെന്ററി ആണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്: A company uses components at the rate of 6,000 units per year. അപ്പോൾ ഒരു കമ്പനി 6,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷം യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. വിസ ബോട്ട് ഇൻ അറ്റ് എ കോസ്റ്റ് ഓഫ് $1.20 ഈച്ച് ഫ്രം ദി സപ്ലയർ. അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഡിമാൻഡ് വരുന്നത് 6,000 യൂണിറ്റ്സ് ആണ്. ഇനി അത് പർച്ചേസ് ചെയ്യുന്ന പ്രൈസ് എത്രയാണ്, പർച്ചേസ് പ്രൈസ് വരുന്നത്, പർച്ചേസ് കോസ്റ്റ് വരുന്നത് $1.20 ആണ് വരുന്നത്. പെർ യൂണിറ്റ് നമുക്ക് എത്രയാണ്, $1.20 ആണ് എന്ത് വരുന്നത്, പർച്ചേസ് കോസ്റ്റ് വരുന്നത്. ഇനി ഇത് കമ്പനി ഓർഡേഴ്സ് 1000 യൂണിറ്റ്സ് ഈച്ച് ടൈം ഇറ്റ് പ്ലേസസ് ആൻ ഓർഡർ. അപ്പോൾ ഓരോ തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നുണ്ട്, ഓരോ തവണ ഓർഡർ ചെയ്യുന്ന ഇത്ര ക്വാണ്ടിറ്റിയാണ്, 1000 യൂണിറ്റ്സ് ആണ് ഓർഡർ ചെയ്യുന്നത്. then an average inventory held is 500 units. 1000 units ആണ് ക്വാണ്ടിറ്റി എങ്കിൽ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ 2, 1000 ഡിവൈഡഡ് ബൈ 2, 500 ആണ് നമുക്ക് എന്ത് വരുന്നത്, ആവറേജ് ഇൻവെന്ററി വരുന്നത്. then it costs $20 each time to place an order. ഓരോ തവണ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ് വരുന്നത്, $20 ആണെന്ത്. ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ് വരുന്നത്, $20 ആണ് നമുക്ക് വരുന്നത്. then next total holding cost is 20% per annum of the average inventory held. ഇനി നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത് എങ്ങനെയാണ്, ഹോൾഡിംഗ് കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 20% ആണ്. ഈ ഹോൾഡിംഗ് കോസ്റ്റ് മിക്കവാറും നിങ്ങൾക്ക് തരുന്നത് പെർസെൻറ്റേജിലായിരിക്കും. എന്തിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഒരു യൂണിറ്റിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് എത്രയാണ്, 1.2 ആണ്. അതിൻ്റെ 20% ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എപ്പോഴും എടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു പർച്ചേസ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിലാണ്. അപ്പോൾ അവിടെ 1.2 ഇൻറ്റു 20% എത്രയായിരിക്കും, 0.24 ആണ് നമുക്ക് എന്ത് വരുന്നത്, ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആനുവൽ ഓർഡറിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഇൻറ്റു നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണെന്ത്, നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോസ്റ്റ് ഓഫ് ഓർഡർ പെർ ഓർഡർ നമുക്കറിയാം എത്രയാണ്, $20 ആണ്. ഇനി എത്ര ഓർഡേഴ്സ് നമ്മൾ ഈ ഒരു വർഷം പ്ലേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു വർഷം ആവശ്യമുള്ളത് 6,000 ക്വാണ്ടിറ്റി ആണ് ആവശ്യമുള്ളത്. അതിൽ ഒരു ഓർഡറിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, 1000 ക്വാണ്ടിറ്റി ആണ് ഒരു ഓർഡറിൽ പർച്ചേസ് ചെയ്യുന്നത്.
സോ 6000 ഡിവൈഡഡ് ബൈ 1000 നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയായിരിക്കും? 6 ആയിരിക്കും. 6 ഇൻറ്റു 20 എത്തായിരിക്കും? 120 ആയിരിക്കും നമുക്ക് എന്ത് വരാം? ആനുവൽ ഓർഡറിങ് കോസ്റ്റ് വരുന്നത് എത്രയായിരിക്കും? $120 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ആനുവൽ ഓർഡറിങ് കോസ്റ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി ആണെന്ത് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 1.2 ഇൻറ്റു 20% 0.24 ആയിരുന്നു എന്ത്? ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഇൻറ്റു ആവറേജ് ഇൻവെൻട്രി. ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 500 യൂണിറ്റ്സ് ആണ്. സോ 500 ഇൻറ്റു 0.24 എത്രയാണ്? $120 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആനുവൽ ഓർഡറിംഗ് കോസ്റ്റും $120 ആണ്, അതുപോലെ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റും $120 ആണ്. ഇനി ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക? നമ്മുടെ ടോട്ടൽ ആ ഒരു വർഷം വന്നിട്ടുള്ള പർച്ചേസ് കോസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടോട്ടൽ ആനുവൽ ഇൻവെന്ററി കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ ഹോൾഡിംഗ് കോസ്റ്റ്, ആനുവൽ ഓർഡറിംഗ് കോസ്റ്റിന്റെ കാൽക്കുലേഷൻ ആണ് പഠിച്ചത്. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം മാത്രമേ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാലൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം കിറ്റിലും സ്റ്റഡി ഹബിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. അപ്പോൾ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.